ഇത് തന്നെയാണ് രാജസിംഹാസനം. ഇത് നേടിയെടുക്കുന്നതിന് നാം എത്ര കാലമായി ആഗ്രഹിക്കുകയാണ്. ഇനി ഈ രാജ്യം നമ്മുടേതാണ്. രൂപനഗരം നമ്മുടെ നിയന്ത്രണത്തിലാണ് ഇനി. നമ്മെ വിടൂ. നാം ഈ രൂപനഗരത്തിന്റെ രാജകുമാരനാണ്. ഈ അപമാനത്തിന് നാം അർഹനല്ല. നമ്മെ വിടൂ, വിടൂ. നീ പറഞ്ഞത് സത്യമാണ്. നീ സാധാരണ അപമാനത്തിന് ഒട്ടും അർഹനല്ല. നീ അർഹിക്കുന്നതാകട്ടെ വന്യമൃഗങ്ങളോടുള്ള സമീപനം തന്നെയാണ്. വിടൂ, വിടൂ. പിതാശ്രീ, പിതാശ്രീ, നിനക്ക് ഈ അവസ്ഥ വന്നോ കുമാരാ? ദയ കാട്ടിയാലും രാക്ഷസറാണി, നമ്മുടെ പുത്രനോട് ദയവേദി ഇപ്രകാരം അത്യാചാരം കാണിക്കരുത്. ഇപ്പോൾ തോറ്റുപോയെങ്കിലും ഞങ്ങൾ ഇപ്പോഴും രാജകുടുംബത്തിന്റെ ഭാഗം തന്നെയാണ്. പരാജയപ്പെട്ടു കഴിഞ്ഞാലും രാജകുടുംബത്തിന് അന്തസ്സ് നിലനിൽക്കുന്നതാണ്. അഭിമാനം. പരാജയപ്പെടുന്നവർക്ക് യാതൊരു അഭിമാനവും ഒരിക്കലും ഉണ്ടാകില്ല. ഇതെല്ലാം ഭീരുക്കളുടെ നിയമമാണ്. രാക്ഷസ റാണി ജോഡില ഇതൊന്നും അംഗീകരിക്കില്ല. ജോഡില കേവലം സ്വന്തം നിയമങ്ങൾ നിർമ്മിക്കുന്നവളാണ്. എങ്കിലും നാം നിങ്ങളോട് ക്ഷമിക്കാൻ തയ്യാറായിരുന്നു. അഥവാ നമുക്ക് ഈ രാജകൊട്ടാരത്തിൽ നിന്ന് രാജകുമാരിയെ ലഭിച്ചിരുന്നെങ്കിൽ മാത്രം. എന്നാൽ അവളെ നമുക്ക് ലഭിച്ചില്ലല്ലോ. കാട്ടിയാലും ഞങ്ങളോട് ദയ കാട്ടിയാലും രാജകുമാരി ഈ രാജ്യത്ത് തന്നെയുണ്ട്. കാരണം രാജ്യത്തിന് പുറത്തുള്ള ഒരു കാര്യത്തെക്കുറിച്ചും കുമാരിക്ക് തെല്ലും ധാരണയില്ല. അതുകൊണ്ട് രാജകുമാരി ഈ രാജ്യത്തിന് പുറത്തേക്ക് ഒരിക്കലും പോകാൻ സാധ്യതയില്ല. രാജകുമാരി ഈ രാജ്യത്ത് തന്നെയുണ്ട്. നമ്മെ വിശ്വസിച്ചാലും. ഇല്ല, ഒരിക്കലുമില്ല. രാജകുമാരി ഈ കൊട്ടാരത്തിൽ എവിടെയുമില്ല. രാജകൊട്ടാരത്തിന്റെ ഒരു ഭാഗം പോലും വിടാതെ നമ്മുടെ പടയാളികൾ അവളെ അന്വേഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് രാജകുമാരിയെ കണ്ടെത്താൻ സാധിച്ചില്ല. അവൾ എവിടെയുമില്ല. മനുഷ്യരാണെന്ന് പറയാൻ നിങ്ങൾക്കാർക്കും അർഹതയില്ല. നമ്മെ അവിടുന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് രാജകുമാരി. അവിടുന്ന് ശാന്തമായി നമ്മുടെ വാക്കുകൾ ശ്രവിച്ചാലും. ശബ്ദിച്ചു പോകരുത്. എന്ത് ധൈര്യത്തിലാ നീ നമ്മോട് സംസാരിക്കാനായി ശ്രമിക്കുന്നത്? നമ്മുടെ പിതാശ്രീ നിന്റെ കരങ്ങളില്ല നമ്മുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു പോയത്. നമ്മെ രക്ഷിക്കാനാണ് നിന്നെ പറഞ്ഞേൽപ്പിച്ചത്. കേൾക്കോ, നീ നമുക്ക് വാക്ക് നൽകോ. എന്ത് പ്രതികൂല സാഹചര്യത്തിലും നീ നമ്മുടെ പുത്രിയെ ഉപേക്ഷിക്കുകയില്ലെന്ന്. ഒരിക്കലും അവളെ കൈവിടാൻ പാടില്ല. നമ്മുടെ പിതാശ്രീ നിന്നെ അന്ധമായി വിശ്വസിച്ചു പോയി. അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തിന്റെ മര്യാദ നിലനിർത്താനാണ് നാം ശ്രമിക്കുന്നത്. നമ്മെ വിശ്വസിച്ചാലും രാജകുമാരി,
മര്യാദ മര്യാദ എന്ന വാക്കിന്റെ അർത്ഥം നിനക്ക് അറിയാമോ? നിനക്ക് വഞ്ചന മാത്രമാണ് അറിയാവുന്നത്. മാറി നിൽക്ക്, മുൻപിൽ നിന്നും മാറി നിൽക്കും. നിന്നെ കാണാൻ നാം ആഗ്രഹിക്കുന്നില്ല. മാറി നിൽക്ക്, മാറി നിൽക്കാനല്ലേ പറഞ്ഞത്? മാർഗത്തിൽ നിന്ന് മാറി നിൽക്ക്. ശാന്തമായാലും രാജകുമാരി, നാം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. ഇങ്ങനെ ആവേശം കാണിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ കാണിച്ചാൽ ഒന്നിനും പരിഹാരം ഉണ്ടാകാൻ പോകുന്നുമില്ല രാജകുമാരി. അവിടുത്തോട് എന്തെങ്കിലും ബോധിപ്പിക്കാൻ ശ്രമിച്ചാലോ അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു മാനസിക അവസ്ഥയിലല്ല. അതുകൊണ്ട് നാം പറയുന്നതൊന്നും അവിടത്തേക്ക് മനസ്സിലാകുകയില്ല. അവിടുത്തെ നേത്രങ്ങളിൽ തിരശീല വീണിരിക്കുകയാണ് രാജകുമാരി. അതുപോലെ സ്വാഭാവികമായി സ്വയം നിയന്ത്രിക്കാനും അങ്ങേക്ക് സാധിക്കുന്നില്ല. എന്തൊക്കെ ഇനിയും എന്തൊക്കെയാണ് നീ നമ്മെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്? അപ്രകാരം എന്താണ് നീ നമ്മെ പുതുതായി പഠിപ്പിക്കാൻ പോകുന്നത്? നിന്റെ കപട മുഖങ്ങൾ പലതും നാം കണ്ടു കഴിഞ്ഞു. നിന്റെ യഥാർത്ഥ രൂപം എന്താണ് അത് നമുക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇനി എന്ത് പുതിയ കാര്യമാണ് നീ ബോധ്യപ്പെടുത്താൻ പോകുന്നത്? പറയൂ, വിടൂ, നമ്മെ വിടൂ. വിടാനാണ് പറഞ്ഞത്. കുമാരിയെ പറഞ്ഞു വിടാൻ സാധിക്കുമായിരുന്നെങ്കിൽ നാമും സന്തോഷിച്ചിരുന്നു രാജകുമാരി. എന്നാൽ നാം ഇപ്പോൾ കുമാരിയെ പറഞ്ഞു വിടുകയാണെങ്കിൽ അവിടുന്ന് ആപത്തിലേക്ക് ചെന്ന് ചാടും. നമ്മോട് അവിടുന്ന് ക്ഷമിച്ചാലും ഈ സമയത്ത് കുമാരിയെ ഇവിടെ നിർത്തുക എന്നല്ലാതെ, ബന്ദിയാക്കി മാറ്റുന്നതല്ലാതെ നമ്മുടെ പക്കൽ യാതൊരു മാർഗവുമില്ല. നീ എന്താ ചെയ്യുന്നത്? നമ്മെ വിടൂ. ദേവദത്ത, നിനക്കെന്താ സംഭവിച്ചത്? നിനക്ക് വിവേകവും ബുദ്ധിയും എല്ലാം പൂർണ്ണമായും അവസാനിച്ചോ? വരൂ, നമ്മോടൊപ്പം വരൂ, വരൂ. രാജാവിനെ കൊണ്ടുവരാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് നാം അവരുടെ പുത്രിയെ കൊണ്ടുവന്നത്. പിതാവ് ചെയ്ത പാപത്തിന്റെ പ്രായശ്ചിത്തമിനി അദ്ദേഹത്തിന്റെ പുത്രിയുടെ രക്തം കൊണ്ടാകട്ടെ. ആ വ്യക്തി എന്താണ് പറയാൻ ആഗ്രഹിച്ചത്? അയാൾ പുറത്ത് നമ്മോടുള്ള ക്രോധം പ്രകടിപ്പിക്കുകയായിരുന്നു. പക്ഷേ അകത്ത് നമ്മോട് മാപ്പ് ചോദിക്കുന്നു. മുറിവ് വരുത്തുന്നവർ ഒരിക്കലും മാപ്പ് പറയാറില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല, എല്ലാം ആ വ്യക്തിയുടെ നാടകമാണ്. എല്ലാം വഞ്ചനയാണ്. നാം രക്ഷപ്പെടും. നാം ഇവിടെ നിന്നും ഏത് വിധത്തിലും രക്ഷപ്പെടുന്നതാണ്. അല്ലെങ്കിൽ രൂപനഗരത്തിലെ രാജകുമാരി എന്ന് പറയാൻ നാം അറായല്ല. നമുക്ക് ആ രാജകുമാരിയെ വേണം. അഥവാ അവളെ കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഈ യാതനകൾ ഏതു വിധത്തിലും സഹിച്ചേ മതിയാകൂ.